ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ന്യൂ എപ്പിസോഡ്. അങ്ങനെ സത്യാമ്മയുടെ സകല അഹന്തയും അഹങ്കാരവും തീരാൻ പോകുകയാണ്. ഉപേന്ദ്രൻ വക്കീലുമായി വന്നു. ഉപേന്ദ്രൻ വലിയ സന്തോഷത്തിലാണ്. എന്താന്ന് വെച്ചാൽ അവൻ ഉദ്ദേശിച്ചു കൊണ്ട് വന്നത് ഇന്ന് നടക്കും. ഉപേന്ദ്രൻ വന്ന പാടെ, ചേട്ടത്തി ഞങ്ങളൽപ്പം താമസിച്ചു, നിങ്ങൾ കാത്തിരുന്ന് മുഷിഞ്ഞോ? രാഘവേട്ടനാണെങ്കിൽ ഉപേന്ദ്രനെ കണ്ടപ്പോഴേക്കും ദേഷ്യവും സങ്കടവും കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. 100% ഉപേന്ദ്രൻ ചതിക്കുമെന്ന്, പ്രതികാരം ചെയ്യാനാണെന്നും രാഘവേട്ടൻ അറിയാം. പക്ഷേ ഭാമയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഭാമയ്ക്ക് ചെവിക്കുറ്റിക്ക് 2 കൊടുത്തിട്ട് നിലയ്ക്ക് നിർത്താനുള്ള ആരോഗ്യസ്ഥിതിയിലുമല്ലല്ലോ താൻ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ട്. രാഘവേട്ടൻ്റെ ആ നിസ്സഹായാവസ്ഥ വിഷ്ണു കാണുന്നുണ്ട്. വിഷ്ണുവിൻ്റെ രാഘവേട്ടൻ്റെ കണ്ണുകൾ പരസ്പരം നോക്കുന്നുണ്ട്. എന്തൊക്കെയോ വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഉപേന്ദ്രൻ അങ്ങ് വാചവടിക്കുകയാ. ചേട്ടത്തി, ഈ പേപ്പർ വർക്കുകൾ കഴിഞ്ഞാൽ 2-3 ദിവസത്തെ താമസമേ ഉള്ളൂ നമുക്ക് പണി തുടങ്ങാൻ. സർക്കാർ നമുക്ക് വനത്തിൽ കയറി മരം മുറിക്കാൻ തന്ന അനുവാദം തന്ന പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയല്ലേ. തേക്ക്, ഈട്ടി, മാഞ്ചി, ചന്ദനം, അങ്ങനെ എല്ലാം നമ്മളങ്ങ് വെട്ടിയെടുക്കുകയല്ലേ. ഇതൊക്കെ കേട്ട് സത്യാമ്മ സന്തോഷത്തിലിരിക്കുകയാണ്. ആ ഫോറസ്റ്റ് ഏരിയൻ്റെ കാൽ കീഴിലായെന്ന് അഹങ്കരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹിത്തിൻ്റെ കാര്യം പിന്നെ പറയാനേ ഇല്ല. ഉപേന്ദ്രൻ്റെ മോഹന വാഗ്ദാനത്തിൽ വീണ് ആകെ മതിമറന്ന് നിൽക്കുകയാ. അവിടെ നിൽക്കുന്ന ശ്യാമയും പൊന്നിയും പിള്ളയും ഇതെല്ലാം കണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ്. അവരുടെ മനസ്സിലും ഇതൊരു അപകടമാണെന്ന് തോന്നുന്നുമുണ്ട്. ആർക്കും ഇതൊന്നും സത്യാമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. ഉപേന്ദ്രൻ വക്കീലിനോട് പറയുന്നു, ചേട്ടൻ എവിടെല്ലാം ഒപ്പിടണമെന്നൊന്ന് കാണിച്ചു കൊടുക്ക്. വക്കീല് കാണിച്ചു കൊടുക്കുന്നിടത്ത് ഒപ്പിടുന്ന മുമ്പ് രാഘവേട്ടൻ നിറകണ്ണുകളോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വിറയ്ക്കുന്ന കൈകൊണ്ട് ഒപ്പിട്ട് കൊടുത്ത് കണ്ണ് തുടയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ഉപേന്ദ്രൻ സന്തോഷത്തോടെ കാണുകയാണ്. അടുത്തതായി സത്യാമ്മയെ ഒപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം വിഷ്ണുവിനോട് ഒപ്പിടാൻ പറയുമ്പോൾ വിഷ്ണു ആകെ പകച്ചു നിൽക്കുന്നത് കണ്ടു. സത്യാമ്മ, വിഷ്ണു അതിലൊപ്പിട് എന്ന് പറയുന്നു. വിഷ്ണുവിനാണെങ്കിൽ സത്യാമ്മയെ എതിർക്കാനുള്ള ശക്തിയുമില്ല. ശാലിനി അവൾ ചീത്തയാണ്, വഞ്ചകിയാണ് എന്ന് അമ്മ പറഞ്ഞപ്പോഴും അതൊന്നും വിശ്വസിക്കാതെ ശാലിനിയെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടന്നതല്ലേ. അവസാനം അമ്മ പറഞ്ഞതാണ് സത്യമെന്ന് ശാലിനി തെളിയിച്ചു. ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛനെ നോക്കിയിട്ട് വിഷ്ണു അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നീട് സന്തോഷത്തോടെ രോഹിത്തും ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ വന്ന കാര്യം നടന്ന സന്തോഷത്തോടെ ഉപേന്ദ്രൻ യാത്ര പറഞ്ഞു പോയി. സങ്കടത്തോടെ എണീറ്റ് പോകുന്ന രാഘവേട്ടനോട് ഭാമ ചോദിക്കുന്നു, രാഘവേട്ട പിണങ്ങി പോവുകയാണോ? വെള്ളം വല്ലതും വേണോ? ഇനിയല്ലേ എല്ലാവരും വെള്ളം കുടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഘവേട്ടൻ റൂമിലോട്ട് പോയി. വിഷ്ണുവും ഇതിലെന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് വിചാരിച്ച് ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ശാലിനി പല പ്രാവശ്യം വിളിച്ചിട്ടും വിഷ്ണു ഫോൺ എടുത്തില്ല. ശാലിനി ഉടനെ ഒരു മെസ്സേജ് ഇടുന്നുണ്ട്, വിഷ്ണുവേട്ട എനിക്കൊന്ന് സംസാരിക്കണം, ദേവി ഏതൊന്ന് ഫോൺ എടുക്ക്. വിഷ്ണു ആ മെസ്സേജ് കാണുന്നുണ്ട്. അപ്പോൾ ശാലിനി ഫോൺ ചെയ്യുമ്പോൾ വിഷ്ണു മനസ്സില്ലാ മനസ്സോടെ എടുക്കുന്നുണ്ട്. വിഷ്ണു ചോദിക്കുന്നു, എന്തിനാ നീ ഇങ്ങനെ എന്നെ ഫോൺ ചെയ്ത് എപ്പോഴും ശല്യപ്പെടുത്തുന്നു? ഇനി എന്ത് കള്ളത്തരം പറയാനാ? വിഷ്ണുവേട്ടൻ ഇവിടം വരെ ഒന്ന് വരണം. എനിക്കെല്ലാ സത്യവും വിഷ്ണുവേട്ടനോട് തുറന്നു പറയാം. ഇനി എന്ത് സത്യമാടി ഇനി എന്നോട് പറയാനുള്ളത്? എല്ലാം നേരിൽ കണ്ടതല്ലേ? അയ്യോ വിഷ്ണുവേട്ട, നേരിൽ കണ്ടതൊന്നുമല്ല സത്യം. വിഷ്ണുവേട്ടൻ വാ, ഞാൻ എല്ലാം പറയാം. പുതിയതെന്തോ കള്ളത്തരം ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ വരാം. ഈ ഒരു ഒറ്റ തവണ പിന്നെന്നെ മേലാൽ വിളിച്ചു പോയേക്കരുത് എന്നും പറഞ്ഞ് വിഷ്ണു ഫോൺ കട്ട് ചെയ്തു. പിന്നെ കാണിക്കുന്നത് ശാരദാമ്മ സത്യമോളെയും കൊണ്ട് അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. സത്യമോൾ മുട്ടുകുത്തി നടന്ന് പ്രദക്ഷിണം വെക്കുകയാണ്. ഈ സമയത്ത് സത്യാമ്മയും പിള്ളയും അമ്പലത്തിലുണ്ടായിരുന്നു. അവിടെ നാളെ 5 പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്ന സത്യാമ്മയാണ്. അമ്പലത്തിൽ വന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ സത്യാമ്മ തിരക്കുകയും ക്ഷേത്ര ഭരണാധികാരികൾ സത്യാമ്മയെ അവർ ഒരുപാട് പുകഴ്ത്തി പറയുകയും ചെയ്യുന്നുണ്ട്. സത്യാമ്മയ്ക്ക് പുകഴ്ത്തൽ വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. സത്യാമ്മ ശിവഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ്മയും സത്യമോൾ അംഗപ്രദക്ഷിണം ചെയ്തു വരികയാണ്. ശാരദാമ്മ സത്യാമ്മയെ കാണുന്നു. അയ്യോ, എന്ത് ചെയ്യാനാണ്, സത്യമോളെ എണീപ്പിക്കാൻ കഴിയില്ല. പ്രദക്ഷിണം ചെയ്തു തീരുന്ന സ്ഥലത്താണ് സത്യാമ്മ തൊഴുതുകൊണ്ട് നിൽക്കുന്നത്. പിള്ള ഇത് കാണുന്നുണ്ട്. പെട്ടെന്ന് സത്യമോൾ സത്യാമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. സത്യാമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ശാരദാമ്മയും മുട്ടുകാലെ നിൽക്കുന്ന സത്യയെയാണ് കാണുന്നത്. പിള്ള ചോദിക്കുന്നു,
ഇത്ര സാഹസ്യമായി നേർച്ച ചെയ്ത മോളുടെ ആഗ്രഹം വല്ലതും നടന്നു? സത്യ വലിയ സന്തോഷത്തോടെ പറയുകയാണ്. ആ നടന്നു. എൻ്റെ അച്ഛൻ വരണമെന്ന് ഞാൻ എൻ്റെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. എൻ്റെ അച്ഛൻ വന്നു. ഞാൻ വലിയ സന്തോഷത്തിലാണ്. സത്യമോൾ ഇതൊക്കെ പറയുന്ന കേട്ട് ശാരദാമ്മ വിഷമിക്കുകയാണ്. ഈശ്വര, ഈ കൊച്ചാരോടാണ് ഇതൊക്കെ പറയുന്നത്? സത്യാമ്മ ചിരിച്ചുകൊണ്ട് പറയുക, ഞങ്ങളുടെ പ്രാർത്ഥനയും ഈശ്വരൻ കേട്ടു മോളെ. എല്ലാ സത്യങ്ങളും ഈശ്വരൻ ഞങ്ങളെ കാണിച്ചു തന്നു. എന്നിട്ട് ശാരദാമ്മയെ കളിയാക്കിക്കൊണ്ട്, എന്താ ശാരദാമ്മേ, മരുമോൻ വീട്ടിലുണ്ടോ? മരുമോൻ ഇഷ്ടമുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? സത്യാമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. എനിക്കത് സത്യമോളെ നോക്കിക്കൊണ്ട് പറയുക, എനിക്കിവിടെ വെച്ച് പറയാനും കഴിയുന്നില്ല. നമ്മൾ തനിച്ച് കണ്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഇനി എന്ത് സംസാരിക്കാനാ ശാരദാമ്മേ? അറിയാനുള്ളതും കാണാനുള്ളതും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത നടപടി വേണ്ടതെന്ന് എനിക്കറിയാം. അതുടനെ ഉണ്ടാകും. അത് മോളോടും കൂടി പറഞ്ഞേരെ എന്നും പറഞ്ഞ് സത്യാമ്മ അങ്ങ് പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ശാരദാമ്മയ്ക്ക് സത്യമൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. ഇനി വിഷ്ണു വരുമ്പോൾ ശാലിനിക്ക് സത്യം തുറന്നു പറയാൻ കഴിയുമോ എന്ന് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.